Will you get out? Get out. Why not? ഭരതനാട്യ മത്സരത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി 1ാം സ്ഥാനം നേടി വന്ന പാല അൽഫോൺസ കോളേജിലെ അഭിരാമി കൃഷ്ണകുമാറിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി പാല സെന്റ് തോമസ് കോളേജിലെ ആനന്ദ് ശങ്കർ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഈ വർഷത്തെ യുവജനോത്സവ കലാമത്സരങ്ങളുടെ സമ്മാനദാനം നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് നമ്മുടെ വിശിഷ്ടാതിഥിയായ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ പ്രേംശങ്കർ IAS നിർവഹിക്കും. ഇതിനോട് ചേർന്ന് സമ്മാനാർഹമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ്. Ready for the gent salute? Band ready? Bicycle cell. അടുത്തതായി ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ നമ്മുടെ മുഖ്യാതിഥിയായ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ പ്രേംശങ്കർ IAS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൃദംഗ 1ാം സ്ഥാനം പരമേശ്വരൻ മാറിവന്യസ് കോളേജ് തിരുവനന്തപുരം. ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് മൈക്കിൾ ജോൺസൺ. മൈക്കിൾ ജോൺസൺ ജാക്സൺ. ഭരതനാട്യം 1ാം സ്ഥാനം ആനന്ദ് ശങ്കർ. സെന്റ് തോമസ് കോളേജ് പാല. രണ്ടാം സ്ഥാനം അഭിരാമി കൃഷ്ണകുമാർ. ശാസ്ത്രീയ സംഗീതം 1ാം സ്ഥാനം ആനന്ദ് ശങ്കർ. Next item, violin, Mohana Parameswaran Nair, University College, Trivandrum. Anand. ഇത് എന്റെ സമ്മാനമാണ്.
ആനന്ദ്, അമ്മയ്ക്ക് സുഖമാണോ? ഒരിക്കൽ ഇതുപോലൊരു രാത്രി ഞാൻ അവനെ കാണാൻ ചെന്നു. അവൻ തൊട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഇന്നാണ് അവനെ, ആനന്ദിനെ ഞാൻ കാണുന്നത്. പ്രേം, അന്ന് ഞാൻ ആരായിരുന്നു? വെറും ഒരു പ്രേം ശങ്കർ, അഭ്യസ്തവിദ്യനായ തൊഴിൽ രഹിതൻ. മാത്രമല്ല, യുവാക്കളുടെ ആരാധനാപാത്രമായിരുന്ന സാഹിത്യകാരൻ, ഭാവിയിൽ വാഗ്ദാനമായിരുന്ന ബുദ്ധിജീവി, പിന്നെ പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അപൂർവം പേരിലൊരാൾ, ആൻ അൺയൂഷ്വൽ പേഴ്സണാലിറ്റി. സോളമൻ, വരുമാനമില്ലാത്ത മരുമകന് ഭാര്യയുടെ അച്ഛനിൽ നിന്ന് സഹിക്കേണ്ടി വന്ന അപമാനത്തിന്റെ രൂക്ഷത നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ല. CKGയുടെ കുട്ടിപ്പത്രത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം മാത്രമായിരുന്നല്ലോ അന്ന് എന്റെ ആശ്രയം. പാർവതിക്ക് അതിലൊന്നും പരാതിയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്റെ ഇല്ലായ്മയെ മാത്രമാണ് എന്നും കുത്തി നോവിച്ചിരുന്നത്. ആ അപമാനം തുടർന്ന് സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടിയാലും ഭാര്യയും കുഞ്ഞുമായി മറ്റെവിടെങ്കിലും പോയി എന്റേതായ ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ കൂടെ വരാനും എന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാനും അവൾ ബാധ്യസ്ഥയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എന്റെ അഭിമാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയി. അച്ഛനെ വിട്ടുവരാൻ അവൾ തയ്യാറായില്ല. ആ മുറിവിന്റെ വേദന അവളെ ഒന്നുകൂടെ വിളിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇന്ന് പ്രേംശങ്കർ ആരാണ്? IAS, സുപ്രസിദ്ധ സാഹിത്യകാരൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ. പക്ഷേ സോളമൻ, അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് എനിക്കറിയാം. 15 വർഷത്തെ ഏകാന്തത മാത്രം. അച്ഛാ! 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 എടാ നിക്കടാ അവിടെ. എടാ നിക്കാൻ. ഉണ്ണി, ഞാനെന്റെ അച്ഛനെ കണ്ടു. ഞാനെന്റെ അച്ഛനെ കണ്ടടാ. അമ്മ ഇത് കണ്ടോ? മുത്തശ്ശനെ കാണിക്കേ. എനിക്ക് ആരാ സമ്മാനം തന്നെന്നറിയോ? പത്രത്തിൽ വായിച്ചു. ഒരു കാര്യം പത്രത്തിലുണ്ടായിരുന്നില്ല. വെറുതെ ഇരുന്ന് എന്നെ വേഷം കെട്ടിച്ചിറക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ഇന്ന് വരുമെന്ന്. എന്ത് കാര്യമാ? അങ്ങനെ വഴിക്ക് വാ. എന്തിനാ അമ്മ ഈ ബലംപിടുത്തം?
അച്ഛൻ തന്നതാ. എന്തിനാ വാങ്ങിയത്? അച്ഛൻ തന്നു, വാങ്ങി. അമ്മയ്ക്ക് സുഖമാണോന്നും ചോദിച്ചു. എടോ ആനന്ദ്, തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ഓർമ്മയുണ്ടോ? അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നോക്കി, ഇത് അന്ന് കുട്ടിയുടെ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ. തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കിലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ. ടൊണടൊണടം 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 ടൊണടൊണടം. എന്താ ആടാ വട്ടോലി നോണം? നിന്റെയൊക്കെ പെങ്ങന്മാരെ കണ്ടാലും അയ്യോ അച്ഛാ, അത് ഞാനല്ല, ഈ ബെൻസാ. പോയി വല്ലോ പഠിക്കാൻ നോക്കടാ, കാലത്തെ തലമുറ. ഓടാ. ആ പെമ്പിള്ളാർ ഇവനെ കുറിച്ച് എന്നാ ധരിച്ചു കാണും? എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്, ഇവനാണ് തന്നെയാണോന്ന്. ഒന്ന് ഓപ്പൺ ചെയ്താലോടെ? അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ കൂടി ചുമ്മാ. ചേടാ, ഞാൻ ആ സിറ്റുവേഷൻ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നതാ. ആ കടുവ അത് കുളമാക്കി. സാരമില്ല, വട്ടോളി പരിഹാരം ഉണ്ടാക്കാം.